അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം പേജ് 33 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരാളുടെ ചിത്രം കാണാം. ഇദ്ദേഹത്തെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് 2022 നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഖത്തർ വേദിയിലൂടെയാണ്. അന്ന് ഫിഫയുടെ ഖത്തർ ലോകകപ്പ് അംബാസിഡർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ആനിമുൽ മിഫ്താഹ് എന്നാണ്. അറിയപ്പെടുന്ന യൂട്യൂബറും ഖത്തറിലെ ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ആനിം എന്ന് പറയുന്ന ഇദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ഖത്തറിൻ്റെ ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഹോളിവുഡ് താരം മോർഗൻ ഫ്രീമാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആ വേദി പങ്കിട്ടത്. ഫിഫയുടെ പ്രസിഡൻ്റായിരുന്ന ജിയാനി ഇൻഫാന്റിനോ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കുമുള്ള പ്രചോദനത്തിൻ്റെ ഉറവിടമാണ് ആനിം എന്നാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹ്യ ഇടപെടലുകളിലുമൊക്കെ ഇദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ചെയ്യേണ്ടത് യജിരി ഫിൽ മദ്രസത്തിന നമ്മുടെ മദ്രസയിൽ നടക്കുകയാണ് ബർനാമിജുൻ തഹ്ഫീസിയുൻ ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം നടക്കുകയാണ്. യുഷാരിഖു ഫീഹി അതിൽ പങ്കെടുക്കുന്നത് ആനിമുൽ മിഫ്താഹ് ആണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അബ്റ മുഅ്തമറി വീഡിയോ കോളിലൂടെയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം ഇസ്തിബിയാനിൽ മുഖാബല ഇന്റർവ്യൂവിന് ആവശ്യമായ ഇസ്തിബിയാൻ പോള് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ചോദ്യാവലി നമുക്ക് തയ്യാറാക്കാം. ബി ഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ അൽ ആത്തിയ ബി ഇസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട് അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അൽ ആത്തിയ താഴെ തന്നിരിക്കുന്ന ചോദ്യവാക്കുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ്, അഭിമുഖത്തിനാവശ്യമായ ക്വസ്റ്റ്യനെയറാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പ്രശസ്തനായ ഒരാളെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, ഏത് നാട്ടുകാരനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഏത് മേഖലയിലാണ്, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളോട് പേരെന്താണ് എന്ന് ചോദിക്കാൻ പറ്റുകയില്ല. ഇൻ്റർവ്യൂ ആകുമ്പോൾ കുറച്ചുകൂടി വലിയ ചോദ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് അദവാത്തുൽ ഇസ്തിഫാമിയ തന്നിരിക്കുന്നത് മാ എന്ത്, മൻ ആര്, മത്താ എപ്പോൾ, ഐന എവിടെ, കൈഫ എങ്ങനെ, ഹൽ ഉണ്ടോ, മിൻ ഐന എവിടെ നിന്ന്, കം എത്ര തുടങ്ങിയവയാണ്. അപ്പോൾ ഒന്നാമത് തന്നിരിക്കുന്ന മാ എന്നുള്ള വാക്ക് വെച്ചുകൊണ്ട് എന്താണ് എന്ന വാക്കിൽ നമുക്ക് ചോദിക്കാം. മാ സിർറു നജാഹത്തിക. മാ എന്താണ്, സിർ രഹസ്യം, നജാഹത്തുക താങ്കളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്, താങ്കളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്. രണ്ടാമതായിട്ട് ചോദിക്കാം മൻ ആരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. പക്ഷെ അദ്ദേഹത്തെ ശാരീരിക പ്രയാസമുള്ള സമയത്ത് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരുന്ന, പ്രചോദിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ് എന്ന് നമുക്കിവിടെ ചോദിക്കാം. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന അതേ വാക്ക് ഉപയോഗിക്കാം. മോട്ടിവേഷൻ എന്ന വാക്കിനെ തഹ്ഫീസിയ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ചോദിക്കാം മശഖ്സു അത്തഹ്ഫീസി ലദൈക. മൻ ഹുവ ശഖ്സു തഹ്ഫീസി ലദൈക. നിങ്ങൾക്കുണ്ടായിരുന്ന മോട്ടിവേഷൻ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത പേഴ്സൺ, വ്യക്തി ആരാണ്. മൂന്നാമത്തത് മത്താ എപ്പോൾ. ഇദ്ദേഹം മോട്ടിവേഷണൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം എപ്പോൾ മുതലാണ് നിങ്ങൾ മോട്ടിവേഷൻ
പ്രോഗ്രാം തുടങ്ങിയത്? അതിനുവേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യം, മത്താ ബദഅത അത്തഹ്ഫീസ്, മോട്ടിവേഷൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴാണ് ആരംഭിച്ചത്? മത്താ ബദഅത തഹ്ഫീസ്. ചോദ്യം, ഐന, എവിടെ? ഐന ദറസ്ത, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? ഐന ദറസ്ത, താങ്കൾ എവിടെയാണ് പഠിച്ചത്? അടുത്തത് വരുന്നത് കൈഫ, എങ്ങനെയാണ്? താങ്കൾ എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിച്ചേർന്നത്? മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ഈ മേഖലകളിൽ താങ്കൾ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ചോദിക്കാം. കൈഫ വസൽത ഫി ഹാസൽ മജാൽ, കൈഫ വസൽത ഫി ഹാസൽ മജാൽ. അടുത്ത വാക്കാണ് ഹൽ, ഉണ്ടോ. ലദൈക, താങ്കൾക്കുണ്ടോ. അയ്യോ മഷാരി, എന്തെങ്കിലും പ്രോജക്റ്റ്. കബീറ, വലിയ പ്രൊജക്റ്റുകളുണ്ടോ. ഫാതിമ, വരാനിരിക്കുന്ന ഏതെങ്കിലും വലിയ പ്രൊജക്റ്റുകളുണ്ടോ എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മിൻ ഐന, എവിടെ നിന്നാണ്? നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എവിടെ നിന്നാണ് മോട്ടിവേഷണൽ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചിന്ത വന്നത്? എവിടെ നിന്നാണ് അങ്ങനെ ഒരു ആലോചന ലഭിച്ചത്? മിൻ ഐന ജാഅത്ത് ബി ബറാമീജി തഹ്ഫീസിയ, ബറാമീജി തഹ്ഫീസിയ, മോട്ടിവേഷണൽ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഐഡിയ, അങ്ങനെ ഒരു ചിന്ത എവിടെ നിന്നാണ് ലഭിച്ചത്? അവസാനം വന്നിരിക്കുന്ന ചോദ്യം കം എന്നാണ്. കം വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്ത് പല ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര രാജ്യങ്ങളിലേക്ക് താങ്കളുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സഞ്ചരിച്ചു എന്ന് നമുക്ക് ചോദിക്കാം. കം ദൗലത്തൻ അല്ലത്തി സുർത്തഹ ലിനശറി റിസാലത്തിക, കം ദൗലത്തൻ, എത്ര രാജ്യങ്ങളാണ്, അല്ലത്തി സുർത്തഹ, താങ്കൾ സന്ദർശിച്ചത്, ലി നഷറി, പ്രചരിപ്പിക്കാൻ വേണ്ടി, റിസാലത്തിക, താങ്കളുടെ സന്ദേശം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ കുറച്ച് വലിയ പദങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ അഭിമുഖം നടത്തുന്ന ആള് എത്രത്തോളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ എത്രത്തോളം ഉയർന്ന ആളാണോ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ചോദ്യങ്ങളും കൂടി ഒന്ന് പരിചയപ്പെട്ടു വെക്കാം. നമ്മളൊരു അഭിമുഖം നടത്തുമ്പോൾ അതിൽ പൊതുവിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല, എന്നാൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കാൻ, ചോദ്യവാക്കുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന്, മാ അഹ്ലാമുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്. മൻ അബവൈക, നിങ്ങളുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്. മതാ വുലിത്ത, നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത്. ഇന ദറസ്ത, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്. കൈഫ ഹയാത്തുക, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്. ഹല്ലക ഇഹ്വത്തുൻ, താങ്കൾക്ക് സഹോദരങ്ങളുണ്ടോ. മിൻ ഐന അൻത, താങ്കൾ എവിടെ നിന്നാണ്. കം ഉംറുക, താങ്കളുടെ വയസ്സെത്രയാണ്. തുടങ്ങിയ ചോദ്യങ്ങൾ അഭിമുഖത്തിൽ പൊതുവിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, എന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവ ഉപയോഗപ്പെടുത്താം.